വാചാളം ഭാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പത്മാസനം, അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കിടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല, ശത്രുവായാലും മിത്രമായാലും. പതഞ്ജലി, ഭരതമുനി. ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. എന്താ കറക്റ്റ് എന്തുകൊണ്ട് ചാനലിച്ചിട്ട വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ട് പോണു. പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നിറയായിട്ട് അങ്ങനെ പോകുന്നു വിചാരിക്കുന്നു. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഇച്ചിരി പ്രോഗ്രാം കുറവാണെങ്കിലും ഫിഗർ ഷോ ഒക്കെ ഒരുപാട് ഷോ കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കഴിഞ്ഞു പോകുന്നു. ഇപ്പം ഞാൻ കൊറോണയ്ക്ക് ശേഷം പ്രോഗ്രാം കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയൊരു സൈഡ് ബിസിനസ് തുടങ്ങി. ചെറിയൊരു ഹോട്ടലാ, സ്റ്റാൻലി ചായന്റെ ചായക്കട. എവിടെയാ? പോളച്ചിറ, തിരുവനന്തപുരം പോളച്ചിറ ഭാഗത്ത് പോവാണേ. സ്റ്റാൻലി ചായക്കട കയറി ഒരു ചായ കുടിക്കുക. അപ്പം എന്തോ കേരളത്തിൽ ഇതേപോലെ ജഗതിച്ചേട്ടന്റെ ഡിറ്റോ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് വേറെ ഇല്ല. ഇന്ന് നമ്മൾ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് സ്റ്റാൻലി ചായന്റെ 1-2 അയ്യേടുകൾ പുറകിന് വരുന്നുണ്ട്. ഇതൊരു സാമ്പിൾ മാത്രം. അല്ല, എനിക്ക് തോന്നണേ മിമിക്രിക്കാര് ഇപ്പൊ നമ്മളെല്ലാവരും ഒരു ഫിഗർ ഷോ ചെയ്യും, ഫിഗർ എടുക്കുമല്ലോ. എനിക്ക് തോന്നുന്നത് ഫിഗർ അല്ലെന്ന് തോന്നുന്നു, അല്ലേ? അല്ലല്ല, സത്യം. അല്ല, അമ്പരിപ്പിക്കുന്ന. കാരണം അമ്പിളിച്ചേട്ടൻ എങ്ങനെയാണോ അതേപോലെ പറിച്ചു വെച്ചാക്കണ പോലെയാണ് ഹൈറ്റ്. പിന്നെ എനിക്ക് തോന്നണേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ സ്റ്റാൻലി. അത് ഭയങ്കര ഉണ്ട്. അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. തന്നെയല്ല, സ്റ്റാൻലി ഇപ്പൊ ചിരിച്ചോണ്ട് വന്നില്ലേ? ആ ചിരി കറക്റ്റ് അമ്പിളിച്ചേട്ടന്റെ ചിരിയാണ്. സ്റ്റാൻലി ഇത് എപ്പോഴെങ്കിലും ജഗതിച്ചേട്ടന്റെ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ജഗതിച്ചേട്ടന്റെ മുമ്പിൽ ഇത് മുമ്പിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രശാന്ത് കാന്തിനെ മറ്റോ ഞാനും ഒക്കെ ഒരു ഷോയ്ക്ക് അമ്പിളിച്ചേട്ടന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഓ, കാര്യം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പെർഫെക്ഷൻ ചെയ്ത പുള്ളി 100% അംഗീകരിക്കുന്ന ഒരാളാണ്. അമ്പിളിച്ചേട്ടന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. സ്റ്റാൻലി എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമെന്ന്? എങ്ങനെയാണ് കാര്യം? നമ്മളിപ്പോ ഒരു സാധനം ചെയ്യുമ്പോൾ ഇതെനിക്ക് പറ്റുമെന്ന് എങ്ങനെയാണ് സ്റ്റാൻലി? ചേട്ടാ, ഞാൻ സിനിമ കാണാൻ സ്ഥിരമായിട്ട് പോയാണ് ഞാൻ ഈ ഫിഗറുകളെല്ലാം പഠിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചറാണ് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത്, നിനക്ക് ജഗതിയുടെ ഫിഗർ ഉണ്ടെന്ന് പറയുന്നത്. അന്ന് മുതൽ 8ാം ക്ലാസ് മുതൽ ഈ ഫിഗർ ചെയ്ത് ബാക്കിയുള്ള ഫിഗറുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഇത് ഈ ഉദയനാണ് താരം ഇറങ്ങിയ ആ സമയത്ത് പോലും കാര്യം ഇതിനകത്ത് ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞ ഈ നവരസങ്ങൾ മുഴുവൻ സ്റ്റാലിനും കാണിക്കണ്ടേ? അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവസാനം ഇട്ട 3 അതെല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമില്ല. അതൊരു ഉത്സവമായിരുന്നു. കാര്യം എനിക്കൊന്ന് സ്റ്റാലിക്ക് കിട്ടിയ അമ്പിളിച്ചേട്ടന് കിട്ടുന്നതല്ല, സ്റ്റാലിക്ക് കിട്ടിയ ഏറ്റവും വലിയ കഥാപാത്രമായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്ത് എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയാന് തീർച്ചയായിട്ടും അതുപോലുള്ള ഒരു വിഷമമേ ഉള്ളൂ. അല്ല, അതൊക്കെ റിക്കവറായി വരും. ഒരുപാട് കഥാപാത്രങ്ങൾ പുള്ളി ചെയ്യാനുണ്ട്, നമ്മളെ രസിപ്പിക്കാനുണ്ട്, നമ്മളെ അമ്പരിപ്പിക്കാനുണ്ട്, അത്ഭുതപ്പെടുത്താനുണ്ട്, എല്ലാം വരും, അല്ലേ? അത് തന്നെ. എന്തായാലും നമുക്ക് സ്റ്റാൻഡ് ചാനലിനെ ഫ്രീ ആക്കാം. അടുത്ത വേഷത്തിൽ റെഡിയായി വരട്ടെ അമ്പരിപ്പിക്കാനായിട്ട്. ചാനൽ ചേട്ടാ, അടുത്ത വേഷത്തിൽ റെഡിയായി വാ. ഓക്കെ, പെട്ടെന്നോ. ഈ ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു ഓർമ്മ ചേട്ടനെ പറ്റിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? അല്ല, ഞാൻ 2-3 പടം ചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. നമുക്ക് അഭിനയിക്കുമ്പോൾ പുള്ളി നമുക്ക് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ പറഞ്ഞു തരും. അതേപോലെ കൗണ്ടറുകൾ ഈ രീതിയിൽ പറഞ്ഞു നോക്ക്, നന്നായിരിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് 2-3 പടത്തിൽ. നാരായണ, നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ കാലം കുറയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനൊരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ, തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താൻ ഒരു പുല്ലുവല്ല.
ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരി വെച്ച് കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങൾ ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ വാട്ടനും. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായി. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണം നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ.